Dear friends, welcome to all. Today I am going to share an interesting conversation between ഷാ ആൻഡ് ജോൺ. ഷായും ജോണും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. ഷാ ജോണിൻ്റെ അടുത്ത് ചോദിക്കുന്നു, ഇന്ന് എന്താണ് പരിപാടി? ജോൺ പറയുന്നു, ഷോപ്പിങ്ങിന് പോകുന്നു. അതുമായി റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഒരു കോൺവെർസേഷൻ. ഇത് പ്രാക്ടിക്കലായി എപ്പോഴും സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് വളരെയധികം ഉപയോഗം ചെയ്യും. ഇനിയൊരു കാര്യം, ഈ കോൺവെർസേഷൻ വെറുതെ കേട്ടോണ്ടിരുന്നിട്ട് കാര്യമില്ല. അത് കേൾക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പറഞ്ഞ് ശീലിക്കുക. അങ്ങനെ പറഞ്ഞ് ശീലിച്ചു കഴിഞ്ഞാൽ പറയാൻ നമുക്കൊരു കപ്പാസിറ്റി വരും. ഓട്ടോമാറ്റിക്കായി സെൻറ്റൻസ് നമ്മളെ മനസ്സിലേക്ക് എത്തിച്ചേരും. ഓക്കെ, ലെറ്റ് us start. വാട്ട് ആർ യു ഗോയിങ് ടു ഡു ടുഡേ? ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നു? ഇതാണ് ഹെഡിങ്. ഷാ: ഹലോ ജോൺ, വാട്ട് ആർ യു ഗോയിങ് ടു ഡു ടുഡേ? ജോൺ: ഐ ആം ഗോയിങ് ഷോപ്പിംഗ്. ഞാൻ ഷോപ്പിങ്ങിന് പോകുന്നു. ഷാ: വാട്ട് ടൈം ആർ യു ഗോയിങ്? എപ്പോൾ നിങ്ങൾ പോകുന്നു? ജോൺ: അറൗണ്ട് 5 o'clock. ഷാ: വിൽ യു ബൈ 500 gram ghee ഫോർ മീ? എനിക്കൊരു 500 gram നെയ്യ് വാങ്ങിക്കൊണ്ടുവരാമോ? ജോൺ: വൈ നോട്ട്? ഷാ: ഡു യു ഹാവ് ഇനഫ് മണി? നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് പൈസയുണ്ടോ? ജോൺ: ഐ തിങ്ക് സോ. ഉണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ വിചാരിക്കുന്നു. ഷാ: ഹൗ മച്ച് ഡു യു ഹാവ്? നിങ്ങളുടെ കയ്യിൽ എത്രയുണ്ട്? ജോൺ: 500 rupees. 500 രൂപ എൻ്റെ കയ്യിലുണ്ട്. ഷാ: ഈസ് ഇറ്റ് ഇനഫ്? അത് മതിയാവുമോ? ജോൺ: ഐ ആം നോട്ട് ഷുവർ. എനിക്ക് ഉറപ്പില്ല. ഷാ: ദെൻ ഐ വിൽ ഗീവ് യു അനദർ 500. അങ്ങനെയാണെങ്കിൽ ഒരു 500 കൂടി ഞാൻ തരാം. ജോൺ: ഓക്കെ, താങ്ക് യു. ഇതെന്തെങ്കിലും മനസ്സിലാവാത്തായിട്ടുണ്ടോ? ഇല്ല, എല്ലാം വളരെ സിമ്പിൾ സെൻറ്റൻസ് ആണ്. അപ്പം ഇങ്ങനെയുള്ള കോൺവെർസേഷൻസ് നിരന്തരം പറഞ്ഞും കേട്ട് ശീലിക്കുക. ഒരു പ്രയാസവും കൂടാതെ ഇംഗ്ലീഷ് നമ്മുടെ കയ്യിലെത്തും. Okay, dear friends, this is Srikumar signing off until meet again with another interesting video.